മക്കളെ, വീണ്ടും നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നോട്ടെല്ലാം എഴുതിയെടുക്കുന്നു എന്ന വിശ്വാസം. ഗോപിക നോട്ട് എഴുതിയിട്ട് എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തന്നു. ബാക്കി ആരും മൈൻഡ് ചെയ്തിട്ടില്ല. എല്ലാവരും എന്ന് പറയുന്നത് എല്ലാവർക്കും തമാശ രൂപത്തിലാണ് ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത്. പരീക്ഷയൊക്കെ ഉടനെ വരും. ആരെയും കുറ്റം പറഞ്ഞിരുന്ന കഥയല്ല. നിങ്ങൾ പഠിച്ചാലേ മാർക്കൊക്കെ കിട്ടൂ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GDP ഡിഫ്ലേറ്റർ ആണ് പഠിച്ചത്. അതിലെ ഒരു കണക്ക് എന്ന് ബാക്കി കണക്കെല്ലാം നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്യാം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ അധ്യായത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് +1 സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ച കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അന്ന് ഞാൻ പറയുണ്ടായി. ഇതേ കാര്യങ്ങൾ തന്നെ +2 വരും. അതിൽ ആദ്യം പഠിക്കുന്നത് CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊന്നും വായിച്ചു കളയരുത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. അതായത് ഉപഭോക്തൃ വില സൂചിക. ഉപഭോഗ വില സൂചിക എന്ന ഉപഭോക്തൃ വില സൂചിക എന്നാ നമുക്ക് പറയാം. എന്താണ് ഉപഭോഗ വില സൂചിക അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ്? ആദ്യത്തെ അക്ഷരങ്ങളെല്ലാം വലുത് തന്നെ ഉപയോഗിക്കുക. അതായത് ഒരു ഉൽപാദകൻ അയാൾ നിർമ്മിച്ച ഉൽപ്പന്നം ലാഭങ്ങളും നികുതികളും അതിന്റെ കമ്മീഷനുകളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഒരു ഉപഭോക്താവിന് സാധനം വിൽക്കുന്നത്. അപ്പൊ ഉൽപാദകൻ നിർമ്മിച്ച വസ്തു അതേ രൂപത്തിൽ ഉപഭോക്താക്കൾക്ക് വിൽക്കാറില്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് നോക്കാം. CPI, it is the index of price of the index of price of a given group of commodities. Index of price of a given group of commodities brought by the consumer. By the consumer. അപ്പോഴേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓഫ് പ്രൈസ് ഓഫ് എ ഗിവൺ ഗ്രൂപ്പ് ഓഫ് കമ്മോഡിറ്റീസ് ബ്രോട്ട് ബൈ ദ കൺസ്യൂമർ. ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന ഒരു നിശ്ചിത അളവ് സാധനത്തിന്റെ വിലയെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ ഉപഭോക്തൃ വില സൂചിക എന്ന് പറയുന്നു. ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം സാധനങ്ങളിൽ നിന്നും അയാൾ തെരഞ്ഞെടുത്ത് വാങ്ങുന്ന സാധനത്തിന്റെ വിലയെ സൂചിപ്പിക്കുന്ന സൂചികയെ പറയുന്ന പേരാണ് ഉപഭോഗ വില സൂചിക. Consumer price index of price of a given group of commodities brought by the consumer
index of price of given group of commodities brought by the consumer. The consumer price index of price of a given group of commodities brought by the consumer. English index of price of a given group of commodities brought by the consumer. ഉപഭോക്താക്കൾ കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന സാധനത്തിന്റെ വിലയെ സൂചിപ്പിക്കുന്ന സൂചക നമ്പറുകളെയാണ് ഉപഭോഗ വില സൂചിക അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് CPI is equal to consumer price index is equal to price index of the current year by price index of the current year by price index of the base year. Price index of the base year into 100. നമുക്ക് കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോമിനൽ ആണ്. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോഴ് തന്നാണ്ട് വർഷത്തെ വില സൂചിക ബൈ അടിസ്ഥാന വർഷത്തെ വില സൂചിക ഇൻറ്റു 100. പ്രൈസ് ഇൻഡെക്സ് ഓഫ് ദ കറണ്ട് ഇയർ ബൈ പ്രൈസ് ഇൻഡെക്സ് ഓഫ് ദ ബേസ് ഇയർ ഇൻറ്റു 100. അപ്പൊ തന്നാണ്ട് വർഷത്തെ വില സൂചിക ബൈ അടിസ്ഥാന വർഷത്തെ വില സൂചിക ഇൻറ്റു 100. എന്നിട്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അതായത് WPI ആണ്. WPI എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അതായത് മൊത്ത വിൽപ്പന വില സൂചിക. മൊത്ത വിൽപ്പന വില സൂചിക ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WHOLESALE. അതായത് പ്രൈസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. വിലയെ രണ്ടായി തരംതിരിക്കാം. പ്രൈസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഒന്നാമത്തത് റീറ്റെയിൽ പ്രൈസും രണ്ടാമത്തെ ഹോൾസെയിൽ പ്രൈസ്. റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ചില്ലറ വില, ചില്ലറ വിൽപ്പന വില. ഇത് മൊത്ത വിൽപ്പന വില. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും കടയിലെ കൈ വെച്ചിട്ടുണ്ട്. അതായത് മൊത്ത വിലയിൽ ചില്ലറ വിൽപ്പന. നിങ്ങൾ കടയിലൊക്കെ പോകുമ്പോൾ മൊത്ത വിലയിൽ ചില്ലറ വിൽപ്പന. അതായത് മൊത്ത വില കച്ചവടക്കാർക്ക് കൊടുക്കുന്ന അതേ വിലയ്ക്ക് ചില്ലറ വിൽപ്പനയിൽ നമുക്ക് തരുമെന്നാണ്. എന്ന് വെച്ചാൽ ലാഭം ഒന്നും എടുക്കുന്നില്ല, നമുക്ക് തരുമെന്നാണ്. എന്താണ് ചില്ലറ വിൽപ്പന എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പ്രൈസ് ആർ ദ പ്രൈസ്. ഇതൊക്കെ ഡെഫിനിഷൻ ആണ്. ദ റീറ്റെയിൽ പ്രൈസ് ആർ ദ പ്രൈസ് paid by the consumer, paid by the consumer
retail price are the price paid by the consumer when they buy goods. When they buy goods. A retail price are the price paid by the consumer when they buy goods in the market. In the market. A retail price are the price paid by the consumer when they buy goods in the market. ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളുടെ വില ചില്ലറ വിലയ്ക്കാണെങ്കിൽ, ചില്ലറ വിൽപ്പന വിലയ്ക്കാണെങ്കിൽ, ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന ഒരു സാധനം റീറ്റെയിൽ അല്ലെങ്കിൽ ചില്ലറ വിൽപ്പന വിലയ്ക്കാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റീറ്റെയിൽ പ്രൈസ്. ഇപ്പൊ നമ്മളൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങുമ്പോൾ സാധാരണ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന വിലയിൽ തന്നെയാണ് നമുക്കും തരുന്നതെങ്കിൽ അത്തരം വിലയെ നമ്മൾ റീറ്റെയിൽ പ്രൈസ് അഥവാ ചില്ലറ വിൽപ്പന വില എന്ന് പറയുന്നു. Retail price are the price paid by the consumer when they buy goods in the market. ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങള് ചില്ലറ വിലയുടെ അടിസ്ഥാനത്തിലാണ് നൽകപ്പെടുന്നെങ്കിൽ അല്ലെങ്കിൽ വാങ്ങുന്നെങ്കിൽ അതിനെയാണ് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. അതിനകത്ത് ലാഭവും അതിനകത്ത് ടാക്സും അതിനകത്ത് കമ്മീഷനും എല്ലാം കൂടെ ചേർത്തായിരിക്കും ഉപഭോക്താവിന് കൊടുക്കുന്ന വില. എന്നാൽ ഹോൾസെയിൽ പ്രൈസ് ആർ ദ പ്രൈസ്. നോക്ക്, ഹോൾസെയിൽ പ്രൈസ് ആർ ദ പ്രൈസ്. ദ ഹോൾസെയിൽ മാർക്കറ്റ്, the wholesale market buy goods are in bulk. The buy എന്ന് നോക്കിയാണ് goods are in bulk. Wholesale price are the price wholesale market buy goods are bulk. ബൾക്ക് എന്ന് പറയുന്നത് മൊത്തത്തിൽ. അപ്പോഴേ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഒരു വ്യക്തി കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ വാങ്ങുന്ന സാധനത്തിന് മൊത്തം വിലയുടെ അടിസ്ഥാനത്തിൽ നൽകിയാൽ ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന എല്ലാ സാധനങ്ങളും മൊത്ത വിലയുടെ അടിസ്ഥാനത്തിലാണ് നൽകപ്പെടുന്നതെങ്കിൽ അതിനെയാണ് ഹോൾസെയിൽ പ്രൈസ്. ഇപ്പൊ ഒരു ഹോൾസെയിലർ, ഇപ്പൊ നിങ്ങൾ തന്നെ കടയിൽ ചെന്നിട്ട് ഒരു ഷർട്ടോ ഒരു ചുരിദാറോ നമ്മൾ വാങ്ങുന്നു. അപ്പൊ കടക്കാരൻ പറയുന്നു ഈ ചുരിദാറിന്റെ വില 500 രൂപയാണ് എന്ന്. നമ്മളെ പൈസ ഡിസൈൻ 500 രൂപ. ഈ 500 രൂപ നമ്മൾ റീറ്റെയിൽ പ്രൈസിനാണ് വാങ്ങുന്നത്. നമ്മൾ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു ഷർട്ടാണ് നമ്മൾ വാങ്ങിയത് 500 രൂപ. എന്നാൽ മൊത്ത വിൽപ്പനക്കാരെന്ന് പറയുന്നത് 500 എണ്ണം വാങ്ങും, 500 എണ്ണം നമ്പേഴ്സ് വാങ്ങും. അയാൾക്ക് അത് ഒരെണ്ണത്തിന് 250 രൂപ വെച്ച് കിട്ടും. അപ്പൊ മൊത്തം ചില്ലറ വിലയ്ക്ക് വാങ്ങുമ്പോൾ വില കൂടി 500 രൂപയ്ക്ക് വാങ്ങുന്നതും ഒരു മൊത്തം വിൽപ്പനക്കാരൻ 500 എണ്ണം വാങ്ങുന്നു, അയാൾക്ക് 250 രൂപ വെച്ച് കൊടുക്കും. അപ്പൊ അയാൾക്ക് ഒരു ചുരിദാർ അല്ലെങ്കിൽ ഷർട്ട് വിൽക്കുമ്പോൾ അയാൾക്ക് 250 രൂപ അതിൽ നിന്ന് ലാഭം കിട്ടും.
അപ്പൊ മൊത്ത വിൽപ്പനക്കാരന് ഉൽപാദകൻ വില കുറച്ചു കൊടുക്കുകയും അങ്ങനെ ആ മൊത്ത വിൽപ്പനക്കാരൻ ഉപഭോക്താക്കൾക്ക് വിൽക്കുമ്പോൾ അത് വില കൂട്ടുകയും ചെയ്യുന്നു. 250 രൂപ അയാൾക്ക് കിട്ടുന്നത് കസ്റ്റമറിന് അതിന്റെ ഇരട്ടി വിലയ്ക്ക് കൊടുക്കുന്നു. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെല്ലാം ഓൺലൈൻ മാർക്കറ്റിലേക്ക് നമ്മൾ അധികം വരെ നീങ്ങുന്നത്. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഫ്ലിപ്കാർട്ട് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആമസോൺ മാർക്കറ്റ് വഴിയൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു. ആ സാധനം നമ്മൾ നോക്കിയെടുത്താൽ നല്ല സാധനം വില കുറച്ച് കിട്ടും. അതേ സാധനം നമ്മളൊരു കടയിൽ പോയി വാങ്ങിച്ചാൽ 1000-2000 രൂപ നമ്മൾ അധികം കൊടുക്കേണ്ടി വരുന്നു. അത് നമ്മുടെ ലാഭം. അതാണ് റീറ്റെയിൽ പ്രൈസ്. ഇപ്പം ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിലറായ നമുക്ക് തരുന്നു സാധനം. ഇത് ഹോൾസെയിലർ വാങ്ങിച്ചിട്ട് റീറ്റെയിലർക്ക് കൊടുത്തിട്ട് അവര് നമ്മളിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് വാങ്ങും. അപ്പം wholesale price index are two type: retail price and wholesale price. Retail price are the price paid by the consumer when they buy goods in the market. Wholesale price are the price the wholesale market buy goods are in bulk. അപ്പോൾ മൊത്ത വിൽപ്പന വില സൂചികയെ ചില്ലറ വില എന്നും മൊത്ത വിലയെന്നും 2 വിലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒരു ഉപഭോക്താവ് കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന ഒരു സാധനം ചില്ലറ വിലയിൽ തന്നെയാണ് അയാൾക്ക് ലഭിച്ചാൽ അതിനെ റീറ്റെയിൽ പ്രൈസ് അഥവാ ചില്ലറ വില എന്നും, ഒരു ഉപഭോക്താവ് ഒരു കമ്പോളത്തിൽ നിന്നും ഒരു കൂട്ടം സാധനം വാങ്ങുമ്പോൾ അയാൾക്ക് മൊത്ത വിലയ്ക്ക് നൽകിയാൽ അതിനെയാണ് മൊത്ത വില അഥവാ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ CPI അറിയാം, WPI അറിയാം. CPI എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, WPI എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അത് പ്രത്യേകം പഠിച്ചോണം. ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടുന്നത് കുറെ ഡെഫിനിഷൻസുകളാണ്. അത് ശ്രദ്ധിക്കുക. നാഷണൽ ഇൻകം കൺസംഷൻ എന്ന ഭാഗമുണ്ട്. അതിനകത്ത് ആദ്യം പഠിക്കുന്നത് GDP. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. GDP എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപം ആദ്യം ബ്രാക്കറ്റ് എഴുതിയേക്കണം. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. മലയാളക്കാര് മൊത്ത ഗാർഹിക ഉൽപ്പന്നം. അപ്പോൾ GDP മീൻസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് ഇംഗ്ലീഷുകാരും, മലയാളക്കാർ GDP എന്നാൽ മൊത്ത ഗാർഹിക ഉൽപ്പന്നം എന്നാണ്. ഇപ്പൊ GDP ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ GDP ഈസ് ദ മണി വാല്യൂ ഓഫ് all goods and services produced in the domestic territory. The produced in the domestic territory of a country during a year. Territory of a country during a year. GDP യുടെ പൂർണ്ണരൂപം. GDP means gross domestic product. GDP is the money value of all goods and services produced in the domestic territory of a country during a year. പഠിച്ച ഇംഗ്ലീഷുകാര് ഇപ്പൊ GDP
is the money value of all goods and services produced in the domestic territory of a country during a year. ഒരു പ്രത്യേക വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ മൊത്ത ഗാർഹിക ഉൽപ്പന്നം എന്ന് പറയും. ഇതിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വരുമാനത്തെ നമ്മൾ ഒഴിവാക്കും. അതുകൊണ്ടാണ് ഗാർഹികം എന്ന് പറഞ്ഞത്. ഒരു വർഷം അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യത്തെ നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ മൊത്ത ഗാർഹിക ഉൽപ്പന്നം എന്ന പേരിൽ പറയുന്നു. ഒന്നുകൂടെ പറയുന്നു, ഒരു വർഷം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധന സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതുകൊണ്ട് GDP can be calculated both market price and factor cost. But GDP can be calculated both market price and factor cost. MB market price, FC factor cost. But GDP കണക്കാക്കാൻ കമ്പോള വിലയും ഘടകച്ചെലവും ഉപയോഗിക്കുന്നു. MB എന്ന് പറഞ്ഞാൽ കമ്പോള വില, മാർക്കറ്റ് പ്രൈസ്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഘടകച്ചെലവ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ GDP MB എന്നും GDP FC എന്നും പറയും. GDP MB means gross domestic product at market price. GDP FC means gross domestic product at factor cost. ഈ പുസ്തകത്തിലെ ഏറ്റവും കട്ടിയായ ഒരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം മാത്രം പഠിച്ചാൽ 18 മാർക്ക് ആരോട് ചോദിക്കാതെ പബ്ലിഷ് കിട്ടും. ഇപ്പം തന്നെ 20 മാർക്കിനാണ് ഈ അധ്യായത്തിൽ നിന്ന് അവർ ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. സംശയമുള്ള കൊച്ചുങ്ങള് വിളിച്ചു ചോദിക്കുക, അത്രേ എനിക്ക് നിങ്ങൾ പറയാനുള്ളൂ. അപ്പൊ GDP can be calculated both market price and factor cost. That is GDP MB and GDP FC. അതായത് GDP കണക്കാക്കാൻ കമ്പോള വിലയും ഘടകച്ചെലവും ഉപയോഗിക്കുന്നു. കമ്പോള വിലയിലാണെങ്കിൽ GDP MBയും ഘടകച്ചെലവിലാണെങ്കിൽ GDP FC എന്ന് പറയുന്നു. ഇനി അതിന് ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ഫോർമുലകൾ. പരീക്ഷയ്ക്ക് GDP MB കാൽക്കുലേറ്റ് ചെയ്യാനും GDP FC കാൽക്കുലേറ്റ് ചെയ്യാനും പ്രത്യേകമായിട്ടുള്ള കണക്കുണ്ട്. അതിൽ GDP MBയിലേക്ക് നമുക്ക് കിടക്കാം. GDP MB is equal to W plus R plus IN plus അടുത്തത് D plus അടുത്തെന്ന് പറയുന്നത് NIT plus NIT P. ഇത്രയും വരില്ല. കണക്ക് ചോദിക്കുന്ന അനുസരിച്ച് അക്ഷരങ്ങളുടെ എണ്ണം കൂടി വരും. ഞാൻ ഒന്നുകൂടെ പറയാണ്,
GDP MB is equal to W plus R plus IN plus D plus NI plus P. W wage, R rent, IN plus interest, D depreciation, NIT net indirect tax, P profit. സാധാരണ ഫോർമുല എന്ന് പറയുന്നത് വേജ്, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്നാണ്. അതാണ് യഥാർത്ഥ ഫോർമുല. അപ്പൊ ഇതിന് രണ്ട് കാര്യങ്ങളുടെ ഡിപ്രീസിയേഷൻ NIT കൂടെ ഉണ്ട്. ചോദ്യത്തിന് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞിരിക്കുന്നു എങ്കിൽ അത് കൂടെ കൂട്ടണം. അപ്പൊ W പ്ലസ് R പ്ലസ് IN പ്ലസ് D പ്ലസ് NIT പ്ലസ് P, വേജ് പ്ലസ് റെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളക്കാർ വേതനം, പാട്ടം, പലിശ, തേയ്മാനം, അറ്റ പരോക്ഷ നികുതി, ലാഭം എന്നിവയെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ GDP MB കിട്ടും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇതെല്ലാം നമ്മൾ പ്രത്യേകം നേരത്തെ പഠിച്ചതാണ്. എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇൻകം മെത്തേഡിന്റെ ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത് W പ്ലസ് R പ്ലസ് IN പ്ലസ് P. അതാണ് ഇതിന്റെ ഫോർമുല. അല്ലെങ്കിൽ നമുക്ക് GDP FC പ്ലസ് ഉണ്ടാ ഇപ്പുറത്ത് പറഞ്ഞ GDP FC കൊണ്ട് വേണം. അപ്പോൾ GDP MB is equal to GDP FC പ്ലസ് NIT. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. NIT കണക്കാക്കാനുള്ള സൂത്രവാക്യം നേരത്തെ പറഞ്ഞു. NIT is equal to ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ആ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. അറ്റ പരോക്ഷ നികുതിയിൽ നിന്നും അതിന്റെ ഇളവ് കുറച്ചാൽ നമുക്ക് NIT കിട്ടും. അത് കുറച്ചിട്ട് മാത്രമേ NIT കൂടെ കിട്ടുള്ളൂ. ഇപ്പൊ GDP FC പ്ലസ് NIT is equal to GDP MB. രണ്ട് സൂത്രവാക്യമുണ്ട്. ഉചിതമായത് പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് കുറിച്ചുള്ളത് അതനുസരിച്ച് ഫോർമുല മാറ്റണം. അത് മറക്കരുത്. ഇതാണ് പ്രധാനപ്പെട്ടത്. എല്ലാം കൂടെ പഠിപ്പിച്ച് തലവേദന എടുക്കണ്ട. ഇത് പഠിച്ചു വെച്ചുകൊടുക്കുക. അടുത്ത ക്ലാസ്സുകളിൽ ഈ കണക്കൊക്കെ നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യമുണ്ട്. സ്കൂളൊക്കെ തുറക്കുമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമല്ലോ. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് സംശയങ്ങൾ വരും. അതുകൊണ്ട് ഈ ഫോർമുലയൊക്കെ തരുമ്പോൾ അത് എഴുതി പഠിച്ച് വെക്കുക. എന്തായാലും ഒരു 3-4 മാസത്തെ ക്ലാസ്സെങ്കിലൊക്കെ നമുക്ക് സ്കൂളിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്ല നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലായിടത്തും കിടന്ന് അള്ളിപ്പിടിക്കരുത്. അവിടെ പോയി ഇവിടെ പോയി ക്ലാസ് കേട്ട് എല്ലാം കൂടെ ആരുത്. ഏതെങ്കിലും ഒരു ക്ലാസ് ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മുടെ ഇവിടുത്തെ ക്ലാസ് ആണെങ്കിൽ അത്, സ്കൂളിലാണെങ്കിൽ അത്, പിന്നെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നെങ്കിൽ അത് എല്ലാം കൂടെ ഇട്ട് കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല മെത്തേഡ് ഉപയോഗിച്ചാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇത് ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴത്തെ ഇത് പ്രത്യേകമായിട്ടുള്ള നാഷണൽ ഇൻകം പഠിക്കാറുണ്ട്. അത് ഇത് തന്നെയാണ്. അപ്പൊ ഇതുപോലെ പഠിച്ചു വെക്കുക. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ദിവസം കാണാം.